ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NCERT ചാപ്റ്റേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. നമ്മൾ NCERT പ്രധാനമായിട്ടും 10th പ്രിലിംസിന് ചോദ്യങ്ങൾ വന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവിഷൻ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് +2 2 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ഞാൻ ആകെ ഒരു നോട്ട് തന്നിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഈ കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഇന്ത്യ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം, അതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ NCERT ചാപ്റ്റേഴ്സിൻ്റെ നോട്ട് 2-3 നോട്ട്സാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഭൂപ്രകൃതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും നമുക്ക് നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ ഇന്ത്യയുടെ സ്ഥാനമാണ്. ഈ ഒരു ചാപ്റ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള നോട്ടാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊണ്ടിട്ടും നമുക്ക് പ്രധാനമായിട്ട് അഡീഷണലായിട്ട് പഠിച്ചിരിക്കേണ്ട PSC പോയിൻറ്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഈ ഒരു ക്ലാസ്സിൽ പറയുന്നതായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും PSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ബൈ ഹാർട്ടാക്കി ഞാൻ തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ ജോഗ്രഫി +1 ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ഡീപ്പായിട്ട് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സും തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ നോട്ട് റിവിഷൻ നോട്ട് നമ്മൾ 2 നോട്ടാണ് തരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഏതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 3ാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹമാണ്. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് നോട്ട് റിവിഷൻ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ +2ലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. ആ 2 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകൾക്കാണ് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യ ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. 1-2 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്റർ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. അതും അതുപോലെ തന്നെ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് NCERT ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇനി നമുക്ക് തുടരുന്ന ദിവസങ്ങളിൽ 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞാലൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുത്ത് തരാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട NCERT ബയോളജി ചാപ്റ്റേഴ്സ്, സയൻസ് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അതായത് നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ 10th പ്രിലിംസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആദ്യത്തെ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങളുടെ സോഴ്സുകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം +1 ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ 2ാമത്തെ പാർട്ടായിരുന്നു കേട്ടോ. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു? ഇന്ത്യ സ്ഥാനം എന്നായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ 2 ക്ലാസ്സുകളും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു റിവിഷൻ ക്ലാസ് ആണിത് കേട്ടോ. എന്തായാലും നമുക്ക് പഠിച്ചു വെച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അഡീഷണൽ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. PSC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റേ 2 ക്ലാസ്സുകളും കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അത് പഠിച്ച് കഴിഞ്ഞവർക്ക് ഒരു ബൈ ഹാർട്ട് റിവിഷൻ ആയിരിക്കും. ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യണ്ടോ. ഇന്നത്തെ ഇനിയൊരു റിവിഷൻ നോട്ട് ഇല്ല ഈ ഒരു ചാപ്റ്ററിൻ്റെ. ഓക്കെ, ഫസ്റ്റ് വരുന്നതെന്നാണ് ഇന്ത്യയുടെ പ്രധാന കരഭാഗം നമ്മൾ പഠിച്ചിട്ടു അല്ലേ. എവിടെയാണ്? വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. കിഴക്ക് നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 അല്ലേ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 3.28 ദശലക്ഷം എന്നാണ്. എന്നാൽ നമ്മുടെ PSCയിൽ എന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു വിസ്തീർണം കറക്റ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പോൾ 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം വരുന്നത്. ഇനി ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് അല്ലേ. 8, 4, 37, 6 നോർത്ത് പഠിച്ചു വെച്ചിരിക്കുക. 8, 4, 37, 6 നോർത്ത്. ഇനി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി നോക്കുകയാണെങ്കിലോ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. അല്ലെങ്കിൽ 68, 7, 97, 25 ഈസ്റ്റ് വരെയാണ്. അപ്പോൾ
68,7,97,25 ഈസ്റ്റാണ് രേഖാംശീയ വ്യാപ്തി. അക്ഷാംശീയ വ്യാപ്തി നോക്കുകയാണെങ്കിൽ 8,4,37,6. ഓക്കെ, ക്ലിയർ ആണല്ലേ? നോർത്താണ് കേട്ടോ, നോർത്താണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി നോർത്തിലും, അതുപോലെ തന്നെ രേഖാംശീയ വ്യാപ്തി ഈസ്റ്റാണ്. പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും, എന്നാൽ ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇന്ത്യയുടെ തെക്കേയറ്റം എവിടെയാണ്? ഇന്ദിരാ പോയിൻ്റ് ആണ് അല്ലേ? ഗ്രേറ്റ് നിക്കോബർ ദ്വീപിലാണ് ഇന്ദിരാ പോയിൻ്റ് വരുന്നത്. അതാണ് ഇന്ത്യയുടെ തെക്കേയറ്റം. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം. അപ്പോൾ PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിൻ്റ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തെക്കേയറ്റം ഏതാണ്? കന്യാകുമാരിയാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക, ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിൻ്റ് ഗ്രേറ്റ് നിക്കോബർ ദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തെക്കേയറ്റം എത്രയാണ്? ഏതാണ് വരുന്നത്? കന്യാകുമാരിയാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് തന്നെയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3,214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2,933 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്റർ ആണ്. കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 29,33 2,933 കിലോമീറ്റർ ആണ്. തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തി 12 നോട്ടിക്കൽ മൈലാണ്. എത്രയാണ് പറയുന്നത്? തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തി 12 നോട്ടിക്കൽ മൈലാണ്. 21.9 കിലോമീറ്റർ ആണ്. ഇനി രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ ആണ്. രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ ആണ്. അക്ഷാംശ രേഖാംശങ്ങളുടെ ഉപയോഗം സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനായിട്ടാണ് അല്ലേ? അക്ഷാംശ രേഖാംശങ്ങളുടെ ഉപയോഗം എന്താണ്? സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. രേഖാംശങ്ങളുടെ ഉപയോഗം ചോദിക്കുകയാണെങ്കിലോ സമയം കണക്കാക്കുന്നതിനായിട്ടാണ്. അപ്പോൾ അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥാനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, രേഖാംശങ്ങൾ മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്താണ് വരിക? സമയം കണക്കാക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ഏതോ ഒരു പ്രിലിംസ് അല്ല, ഏതോ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ജയ്സാൽമീറിനെ അപേക്ഷിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കുമെങ്കിലും ദിബ്രുഗഡിലെയും ഇൻഫാലിലെയും ജയ്സാൽമറിലെയും സമയം ഒരുപോലെയാണ്. എന്താ പറയുന്നത്? ജയ്സാൽമറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കുന്നുണ്ട്, എന്നാൽ ദിബ്രുഗഡിലെയും ഇൻഫാലിലെയും ജയ്സാൽമറിലെയും സമയം എന്താണ്? ഒരുപോലെയാണെന്ന് പറയുന്നു. എന്താണ് കാരണം? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം എത്രയാണ്? 30 രേഖാംശങ്ങളാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഗ്രീനിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയമാണ് കൂടുന്നത്. 4 മിനിറ്റ് വെച്ചാണ് സമയം കൂടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം ഏകദേശം 30 ഡിഗ്രിയാണ്. അപ്പോൾ ഗ്രീനിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 മണിക്കൂറാണ് വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റ് മുന്നിലാണ്. ഇനി മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാളും എത്ര സമയമാണ് പറയുന്നത്? 5.5 മണിക്കൂറാണ് അല്ലേ? 5 മണിക്കൂറും 30 മിനിറ്റ് മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്കാണ്. ഗ്രീനിച്ച് മെറീഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശമാണ്. ഗ്രീനിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോൾ 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നുണ്ട്. അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണത് കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. അത് പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് 5.5 മണിക്കൂറാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. 5 മണിക്കൂറും 30 മിനിറ്റുമാണ് ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാളും. വ്യത്യാസം നോക്കുകയാണെങ്കിൽ എത്രയാണ്? 5 മണിക്കൂറും 30 മിനിറ്റുമാണ്, അല്ലെങ്കിൽ എന്ത് പറയാം? 5.5 മണിക്കൂറാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജയ്സാൽമീറിനെ അപേക്ഷിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കൂ, എന്നാൽ ദിബ്രുഗഡിലും ഇൻഫാലിലൊക്കെ സമയം ഒരുപോലെയാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇവ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് പറഞ്ഞത്. രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് പറഞ്ഞത് 2 മണിക്കൂറാണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണെന്നും പറഞ്ഞു. നെക്സ്റ്റ്, ഇന്ത്യയെ ഏകദേശം 2 പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്. അപ്പോൾ ഇന്ത്യയെ 2 പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ചോദിക്കുകയാണെങ്കിൽ ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ്.
അപ്പോൾ ഇന്ത്യയെ ഏകദേശം 2 പകുതികളായി വിഭജിക്കുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ചോദിക്കുകയാണെങ്കിൽ ഉത്തരായന രേഖയാണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ്. ഇനി ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എം.ടിയും എം.ജി.ആറും JCBയിൽ പോയി ഇതിൽ ഓരോ ലിറ്റേഴ്സും നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ മധ്യപ്രദേശും അതുപോലെ തന്നെ എന്താണ് മിസോറാമും എന്ന് പറയുന്നത് വരും. ഓക്കെ, അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം അല്ലെങ്കിൽ 82.5 ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശാണ്. ഇനി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ആകെ തീരപ്രദേശം 6100 കിലോമീറ്ററാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ആകെ തീരപ്രദേശം ചോദിക്കുകയാണെങ്കിൽ 6100 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ദ്വീപസമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ആകെ തീരപ്രദേശം 6100 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ദ്വീപസമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7517 കിലോമീറ്ററാണ്. ഇനി ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും. ഓക്കെ, അപ്പോൾ അത്ര 9 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. 7 സംസ്ഥാനങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇനി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് PSC ആൻസർ വരുന്നത് രണ്ടും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. പാക് കടലെടുക്കും മാത്രമാണെന്നുണ്ടെങ്കിലും പാക് കടലെടുക്ക് കൊടുക്കുക. അപ്പോൾ പാക് കടലെടുക്കും ഗൾഫ് ഓഫ് മാന്നാറും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ്, എന്താണ് ഉൾക്കടലും കടലെടുക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഉൾക്കടലും കടലെടുക്കും തമ്മിലുള്ള വ്യത്യാസം. കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. എക്സാമ്പിളാണ് പാക് കടലെടുക്കും, ജിബ്രാൾട്ടർ കടലെടുക്കും. അപ്പോൾ കടലെടുക്ക് എന്ന് വെച്ചാൽ കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. ഇതിന് എക്സാമ്പിളാണ് പാക് കടലെടുക്കും, ജിബ്രാൾട്ടർ കടലെടുക്കും. ഇനി കരയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഉൾക്കടൽ. കരയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് കച്ച് എന്നാണ് ഈ ഉൾക്കടലിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉൾക്കടൽ, എന്താണ് കടലെടുക്കുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉൾക്കടൽ എന്ന് വെച്ചാൽ എന്താണ്? കരയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. കടലെടുക്ക് എന്ന് വെച്ചാൽ എന്താണ്? കടലുകളെയും സമുദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട് ഇടുങ്ങിയ കടൽഭാഗമാണ് കടലെടുക്ക്. ഇനി ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ഭൗതിക വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. വടക്ക് അത്യുന്നതമായിട്ടുള്ള പർവ്വതങ്ങൾ, ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ, മഹാനദി തുടങ്ങിയ വൻ നദികൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലെയും ഹരിതാപമായ കുന്നിൻ പുറങ്ങൾ, വിശാലമായ മരുസ്ഥലി എന്നിങ്ങനെ വിശാലമായ ഭൗതിക വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ. ഇനി വടക്ക് ഹിമാലയ പർവ്വതം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകൾ, വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ, തെക്ക് അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാൽ അതിരിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് ഹിമാലയ പർവ്വതം, വടക്ക് പടിഞ്ഞാറാണെങ്കിലോ ഹിന്ദു കുഷ് സുലൈമാൻ മലനിര, വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാചൽ മലനിര, തെക്ക് അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യ ഭൂപ്രകൃതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ.
ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് അല്ലേ, PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് അല്ലേ. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണനിർവഹണ പ്രദേശം ഏതാണ്? വടക്കേയറ്റത്തുള്ള ഭരണനിർവഹണ പ്രദേശം ഏതാണ്? ലഡാക്കാണ് അല്ലേ. ലഡാക്കാണ്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിൽ ലഡാക്കാണ് ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണനിർവഹണ പ്രദേശം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം. ഇനി ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ കിഴക്കേയറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. അപ്പോൾ ഇന്ത്യയുടെ തെക്കേയറ്റത്ത് തമിഴ്നാട്, കിഴക്കേയറ്റത്ത് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേറ്റത്ത് ഗുജറാത്ത്, വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ചെറിയ സംസ്ഥാനം ഗോവ, വടക്കേയറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇനി രണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ അല്ലേ. ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലാണ് കാണപ്പെടുന്നത് അല്ലേ. അറബിക്കടലിലാണ് ലക്ഷദ്വീപ്. ഓക്കെ, അറബിക്കടലിൽ ഇപ്പോൾ ഈ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പവിഴ ദ്വീപസമൂഹം എന്നറിയപ്പെടുന്ന ഏതാണ്? അറബിക്കടലാണ്. ലക്ഷദ്വീപാണ്. നെക്സ്റ്റ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ്. അവിടെയാണ് സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് അല്ലേ. ബാരൻ ദ്വീപ് കാണപ്പെടുന്ന എവിടെയാണ്? നിക്കോബർ ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ്. അഗ്നിപർവ്വതജന്യമാണ്. അവിടെ സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് കാണപ്പെടുന്ന എവിടെയാണ്? നിക്കോബറിലാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭരണനിർവഹണ വിഭാഗങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പഠിച്ചു പോകാം. ഓക്കെ. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണ്. അരുണാചൽ പ്രദേശ് ആണെങ്കിൽ ഏതാണ്? ഇറ്റാനഗർ. ആസാം ആണെങ്കിലോ ദിസ്പൂർ. ബീഹാർ പാട്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കുറേ അഡീഷണൽ പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് PSC കൂടെ പഠിക്കാനായിട്ടുള്ള ഒരു ഇതിന് കേട്ടോ. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദാണ്. ആന്ധ്രാപ്രദേശ് നമുക്കറിയാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അല്ലേ. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഇപ്പോൾ ഏതാണ്? അമരാവതിയാണ്. ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അമരാവതി കേട്ടോ. ആന്ധ്രാപ്രദേശ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എവിടെയാണ്? അമരാവതിയാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. ആസാം ദിസ്പൂർ. ബീഹാർ പാട്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബാംഗ്ലൂർ. അപ്പോൾ ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബാംഗ്ലൂർ. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കൊഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. പഞ്ചാബും ഹരിയാനയും ചണ്ഡീഗഡാണ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചെന്നൈ. തെലങ്കാന ഹൈദരാബാദ്. ത്രിപുര അഗർത്തല. ഉത്തർപ്രദേശ് ലക്നൗ. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. അപ്പോൾ ഏതൊക്കെയാണ് ആസ്ഥാനങ്ങൾ പറഞ്ഞേ? ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പാട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബാംഗ്ലൂർ, കേരളം തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ. തെലങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളും തലസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബർ ദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ചണ്ഡീഗഡ് ആണെങ്കിൽ ചണ്ഡീഗഡ് തന്നെയാണ്. ദാദ്ര നഗർ ഹവേലിയും ദാമൻ-ദിയും സംയോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു 2019 സംയോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ്ഥാനം വരുന്നതാണ് ദാമനാണ്. ഇനി ജമ്മു കാശ്മീർ ആണെന്നുണ്ടെങ്കിൽ ശ്രീനഗർ വേനൽക്കാലത്ത്, ജമ്മു ആണെന്നുണ്ടെങ്കിൽ ശൈത്യകാലത്ത്. അപ്പോൾ ജമ്മു കാശ്മീരിന് തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മു ആണ്. ഇനി ലഡാക്ക് ലേ ആണ് വേനൽക്കാലത്ത്, കാർഗിൽ ശൈത്യകാലത്ത്. ലഡാക്ക് ലേ ആണ് വേനൽക്കാലത്ത്, കാർഗിൽ ശൈത്യകാലത്ത്. ഇനി ന്യൂഡൽഹി, ലക്ഷദ്വീപ് കവരത്തി, പുതുച്ചേരി. ലക്ഷദ്വീപ് കവരത്തി, പുതുച്ചേരിയാണ്. ന്യൂഡൽഹി തന്നെയാണ്.
പിന്നെ എന്താണ് പുതുച്ചേരി തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ദാമൻ ദിയു അല്ലേ, ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയു. ഓക്കെ, ദാമൻ തന്നെയാണ്. ലഡാക്ക് ലേ കാർഗിൽ. ലഡാക്കിൽ ലേ വേനൽക്കാലത്താണ്, കാർഗിലാണെങ്കിൽ ശൈത്യകാലത്താണ്. ജമ്മു കാശ്മീരിലാണെങ്കിൽ ജമ്മു ശൈത്യകാലത്താണ്, ശ്രീനഗർ വേനൽക്കാലത്താണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നോട്ട് നമ്മൾ കുറേ കമൻസ് കാണുന്നുണ്ട് നോട്ട് ചോദിച്ചിട്ട്. ഞാൻ ഇതുവരെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ടെലഗ്രാം എന്തായാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഞാൻ എടുത്തു തരുന്ന നോട്ട്സൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.